ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ലൈനിങ് ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന വിധം, പിന്നെ അതെങ്ങനെ നല്ല രീതിയിൽ എളുപ്പത്തിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ 2 വീഡിയോയിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് എന്തോന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൈനിങ് ബ്ലൗസ് ഇന്നത്തെ വീഡിയോ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, ലൈനിങ് അറ്റാച്ച് ചെയ്ത് തയ്ച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തായിട്ട് പോകും. നിങ്ങൾക്കും പാടാണ്, എനിക്കും പാടാണ്, ബോറടിക്കും. അതുകൊണ്ട് നമുക്കിന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഉടനെ നിങ്ങൾക്ക് വന്ന് ചേരും. അപ്പം ലൈക്ക് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയ്ക്കുള്ളിൽ പോകാം. 2 പീസ്. ഇത് സ്ലീവ്, നമ്മൾ ഫസ്റ്റ് സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഇരിക്കുന്നതിൽ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ചിങ്ങിലേക്ക് പോകാം. 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടില്ല. ഇതിൽ നല്ല വശം ഏതെന്ന് നമ്മൾ അന്നേരം നോക്കിയാണ് ചെയ്തത്. ഇതാണ് ഉൾവശം. അപ്പം നമുക്ക് ഒരു സ്ലീവിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ലൈനിങ്ങിനെ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പം നല്ല വശത്തിൻ്റെ മേല് തന്നെ നമ്മൾ ഈ ലൈനിങ് പീസിനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതാ, ഈ നല്ല വശവും നമ്മൾ ചേർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതിനെ മേലൂടെ അറ്റാച്ച് ചെയ്യണം. ഒരു സെക്കൻഡ്, വീഡിയോയിൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, കിട്ടുന്നുണ്ട്. കുറച്ച് ഒരു കംപ്ലൈൻറ്റ് പോലെ. ശരി, ഇപ്പോൾ ഇത്രയും സ്ഥലം ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്കിതിനെ അങ്ങ് വെട്ടി കളഞ്ഞേക്കാം. വെട്ടിക്കളഞ്ഞിട്ട് ഇതിനെ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇതിന് മേലുകൂടെ ഒരു തയ്യൽ. തയ്ക്കുമ്പോൾ ഈ അടിയിലത്തെ 2 പീസ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട്, ഈ ലൈനിങ്ങിൻ്റെ സൈഡിലോട്ട് മടക്കി വയ്ക്കുന്നതാണ് കറക്റ്റ്. വെച്ചണ്ട ഒരു തയ്യലിട്ടിട്ട് ഇതിനെ തിരിച്ചിട്ടിട്ട് ഇനി ഒരു തയ്യൽ, ഒരു എഡ്ജ് വേണം കൊടുക്കുക. എഡ്ജ് തയ്യലെന്ന് വെച്ചാൽ ഈ അരിവിൽ തയ്ക്കുന്നതിനെയാണ് നമ്മൾ എഡ്ജ് തയ്യലെന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് റസർ ഫൂട്ട് പൊക്കി നിർത്തുക. ഇനി ഇത് മൊത്തത്തിൽ ഇതിനെ അറ്റാച്ച് ചെയ്തെടുക്കണം. ഈ തുണി നല്ല കോട്ടൺ അല്ല, എന്നാലും ഒരുമാതിരി കോട്ടൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചുളിവുകളൊന്നും വരില്ല. ചില തുണിയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങാതെ സൂക്ഷിച്ചോണം. ഓരോ സ്ഥലത്തും നമ്മൾ നിർത്തുമ്പം ഇതിനകത്ത് എന്തെങ്കിലും ചുരുക്കം ഉണ്ടെങ്കിൽ ഇങ്ങനെ നീക്കി കൊണ്ടുവന്ന് ഒരു സൈഡിലോട്ടങ്ങ് കളയണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു എഡ്ജ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഡിസ്റ്റൻസും കൂടെ ഇടണം. ഡിസ്റ്റൻസ് തയ്യലൂടെ ഇട്ടാലേ നമുക്കത് കാണാനൊരു ഫിനിഷിംഗ് ഉള്ളൂ. അപ്പം കണ്ടോ, വൃത്തിയും വീറും ആയി. ഇനി നമ്മൾ എക്സ്ട്രാസ് എല്ലാത്തെയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമ്മൾ ആരോ മാർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, അത് മറക്കാതെ കട്ട് ചെയ്യണം. ഓക്കെ, ഒരു സ്ലീവ് നമുക്കിവിടെ റെഡി.
ഇനി ഇതേപോലെ മറ്റേ സ്ലീവും കൂടെ അടിച്ചെടുക്കാം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലേ എല്ലാവർക്കും? ഇത് കട്ട് ചെയ്യാൻ ഒരുപാടില്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ്ട, കുറച്ചാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇച്ചിരി തോനെയുണ്ട്, ചിലപ്പം ലൈനിങ് പീസിൽ നൈസ് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ അകത്തെ തുണി ഇത്രത്തോളം ഉണ്ടെന്ന് കാണും. ഈ വീഡിയോ ഞാൻ അതുപോലെ ഡയറക്റ്റായിട്ട് കൊടുത്തേക്കുക, സ്പീഡായിട്ടൊന്നും ഇട്ടിട്ടില്ല. കാര്യം നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞു തരിക. ഓരോ തയ്യലും നിർത്തി അടിച്ച് കാണിക്കുക. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലീവ് അടിച്ച് കാണിച്ചിട്ട് നമ്മളൊരു സ്ലീവിനെ അങ്ങ് വിട്ടേക്കാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും തയ്ക്കുന്നതെന്ന് കാണിച്ചാൽ മതിയായിരുന്നു. ബട്ട് എൻ്റെ സിൻസിയറിറ്റി ഞാനതും ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് തയ്യൽ മാറ്റിയിട്ടല്ലേ ചെയ്തത്. ഇതുപോലെ കൂടെ ഈ സൈഡ് കൂടെ ഇത് ഇങ്ങനെ ഒരേ തയ്യലായിട്ട് തന്നെ ഡിസ്റ്റൻസും കൊടുക്കാം, നമ്മൾ കട്ട് ചെയ്തെടുക്കാതെ. ഇനി ആവശ്യമില്ലാത്ത എക്സ്ട്രാ പീസ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പം വളരെ സ്പീഡ് കുറച്ച്, സിസറിനൊക്കെ നല്ല മൂർച്ച കാണും, നോക്കി ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ആ കട്ട് മാർക്ക് തയ്യലൊന്ന് മൂടി ആ കട്ട് മാർക്കിനെ എടുത്ത് വിട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ലീവിനെ നമ്മൾ കുഴിച്ച് വെട്ടണമല്ലോ. കുഴിച്ച് വെട്ടണം. അപ്പോൾ ഏത് സ്ലീവിലാണ് മാർക്കിങ് എന്ന് നോക്കാം. ഏതോ ഒരു സ്ലീവിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ലെവലായിട്ട് ഇതിനകത്താണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതേ കണ്ടോ, ആ മാർക്കിങ് വെളിയിൽ, അകത്തിട്ടേക്കുന്ന മാർക്കിങ് വെളിയിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഈക്വലായിട്ട് ഈ സ്ലീവിനും മാർക്കിങ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഇത് രണ്ടുമാണ് ഫ്രണ്ട് വരാനുള്ളത്. ഇത് വലത് കൈ, ഇത് ഇടത് കൈ. ഇതിനകത്ത് തന്നെ കുഴിച്ച് കണ്ണ് കണക്കിരിക്കണം. ഇതുപോലെ മാർക്കിങ് ഇവിടും കൊടുത്തിട്ട് തയ്ക്കണം. പക്ഷേ ഞാൻ ഇപ്പം മാർക്കിങ് ഒരെണ്ണത്തിലേ കൊടുക്കുന്നുള്ളൂ. നമുക്കത് ഇച്ചിരി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വച്ചിട്ട് ഇത് ഇവിടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് തരാം കേട്ടോ. ഇവിടുത്തെ പരിപാടിയെല്ലാം തീർത്ത് പോകുമ്പോൾ നമുക്ക് സ്ലീവ് അറ്റാച്ചിങ്ങിന് പോകുമ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ല. കണ്ട, അവിടുത്തെ കണ്ണ് റെഡി. ഇനി ഇവിടുത്തെ കണ്ണ് റെഡിയാക്കട്ടോ. ഇത്രയേ ഉള്ളൂ. കുഴിച്ച് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്ലീവ്. എൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഈ സ്ലീവിനെ എടുത്ത് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. അയ്യോ, ഫോണും ചേർത്ത് പിടിച്ചു. ഇനിയുള്ളത് ഫ്രണ്ട് പീസ് ആയിരിക്കും. ഫ്രണ്ട് പീസ് തയ്ക്കാനായിട്ട് ഇത് ലൈനിങ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് നല്ല വശം. അപ്പം നമ്മളിവനെ ഇതുപോലെ അകത്തങ്ങ് വച്ചിട്ട് ഒരു സൈഡ് അങ്ങ് മടക്കി വയ്ക്കുക. ഈ ഒരു സൈഡ് തച്ചിട്ട് ആ സൈഡ് എടുക്കാം. ഓക്കെ, കറക്റ്റാണോ എന്ന് വച്ച് നോക്കിയിട്ടെടുക്കുക. തുണി തയ്ക്കാൻ നല്ല സുഖം കേട്ടോ. അതൊരു കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇടാൻ ഇത് കൊള്ളത്തില്ല, കുത്തും. ഒരു കുത്തുന്ന ഇറിറ്റേറ്റിംഗ് ആണ് ഒരു ഫീലിങ്. ഇനി ഇതിൻ്റെ എക്സ്ട്രാസ് എല്ലാം സൂക്ഷിച്ച്
കട്ട് ചെയ്ത് കളയണം. തയ്യലിനകത്ത് കയറി കട്ട് ചെയ്യരുത്. കണ്ടോ? ഇനി നമ്മൾ ഇതുപോലെ ആ സൈഡും കൂടെ അതുപോലെ തന്നെ അച്ചടിക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ തച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തച്ചുകൊണ്ടിരിക്കുന്ന ടൈലേഴ്സിനെ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ. ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്ന ലേഡീസ് ഉണ്ടല്ലേ, വീട്ടിൽ മെഷീനൊക്കെ കാണും, പക്ഷേ നമുക്ക് തയ്ക്കണമെന്ന് പേടിച്ച് ഒരു ആത്മവിശ്വാസം ഇല്ലാതിരിക്കുമല്ലോ. അവർക്ക് ഈ വീഡിയോ പ്രയോജനകരമാകും. പിന്നെ പണ്ട് നമ്മൾ മാരേജിന് മുന്നേയൊക്കെ ചിലരൊക്കെ തയ്യൽ പഠിച്ചിട്ട് പിന്നെ മാരേജ്, കുഞ്ഞുങ്ങളായി, പിന്നെ വീട് കാര്യങ്ങൾ അത് ഇതെന്നും പറഞ്ഞ് നമ്മൾ തയ്യലിൻ്റെ ലോകത്തുനിന്ന് ഓടിഞ്ഞ് വെളി വരുമല്ലോ. അങ്ങനെയുള്ളവർക്കെല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കാനായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻ്റ് എല്ലാം വളരെ വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസ്, സ്ലീവും ഫ്രണ്ടും പരിപാടി കഴിഞ്ഞു. ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ബാക്ക് പീസ്. ബാക്ക് പീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബ്ലൗസ് ഉണ്ടല്ലോ, ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ഇതാണ് ബാക്ക് നെക്ക്. ആ ബാക്ക് നെക്കിന് നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്നില്ലേ നെക്കിൻ്റെ അളവ്, അത് കറക്റ്റാണോ എന്ന് ഇവിടെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. കാര്യം നമ്മളിവിടെ ബാക്ക് നെക്ക് തിരിച്ചിട്ട് അടിച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം ഈ ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ അവിടുന്ന് 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് വലിക്കാതെ ഇങ്ങനെ വെച്ച് അളവ് എങ്ങനെയുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യുക. കണ്ട, ഇപ്പോൾ വന്നപ്പോൾ എനിക്കിത് ഇത്ര കുറവുണ്ട്, 1/4 ഇഞ്ചിന് താഴെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഈ ബ്ലൗസ് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്ത് കുറച്ച് മേലെ കയറ്റിയേക്കണേന്ന്. അപ്പം നമ്മുടെ ഇത് ഓക്കെയാണേ. ഇതും നല്ല വശം മേലെ വരുന്ന കണക്ക് നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമുക്ക് മേലെ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. ഈ നൂലെല്ലാം എടുത്ത് കളയണം, ഇല്ലെങ്കിൽ കാര്യം അത് അകത്ത് പോയിട്ട് തച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ തയ്യലിരുന്ന് അഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് കറുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ അറിയത്തില്ല വലുതായിട്ട്. പക്ഷേ ചില തുണികൾ നല്ല ട്രാൻസ്പെറൻ്റായിട്ട് കാണുന്നതൊക്കെ കാണും. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കണം വളരെ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നെക്ക് അടിച്ച് തിരിക്കാം കേട്ടോ. ഇത് നമുക്ക് പിന്നെ ഇതിൽ മേലെ വേണേൽ പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ക്കാം. ശ്രദ്ധിക്കണം, കഴുത്ത് തയ്ക്കുമ്പോൾ നല്ല റൗണ്ട് വരുന്ന കണക്ക് നിർത്തി ക്ഷമയോടെ തയ്ക്കുക. ഇനി നെക്കിൻ്റെ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് ഈ കട്ട് മാർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴും നല്ല രീതിയിൽ ഈ റൗണ്ടൊക്കെ തിരിയും.
ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അത് അടിതടിയൊക്കെ നടക്കും അവിടെ. ഇത് കട്ട് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. കുറച്ച് കൊടുത്താൽ ഈ മെയിനായിട്ട് ഈ റൗണ്ടിൻ്റെ അവിടെ കൊടുക്കണം. മേലോട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പങ്ങൾ ഇല്ല. ഇനി നമുക്ക് ഇതിനൊരു മേൽ തയ്യൽ കൊടുക്കാം. സ്ലീവിന് തയ്ച്ചല്ലോ. ഞങ്ങളുടെ റോഡിൽ കൂടെ ഒരു വണ്ടി പോകുന്ന സൗണ്ട് കഴിഞ്ഞവരെ കേട്ടത്. ഇനി ഇതിനെ കട്ട് ചെയ്ത് എടുക്കണ്ട, നമുക്ക് തിരിച്ചിട്ട് തന്നെ ഇതിനൊരു എഡ്ജ് എഡ്ജ് തയ്യലടിക്കും നല്ല റൗണ്ട് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അകത്ത് കട്ട് മാർക്ക് കൊടുത്തതിൻ്റെ ഫലമാണ് നമുക്ക് ഈ എഡ്ജ് കറക്റ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണ്ട, അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഷോൾഡറോട് അടിക്കണം. നെക്സ്റ്റ് നമുക്ക് ആം ഹോൾ. ഇത് ഞാൻ ചെയ്യുമ്പോൾ അത് ലൂസ് നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പൂനം സാരി ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ലൂസ് നിൽക്കുക. കിഴക്കോട്ട് പിടിച്ചാൽ പടിഞ്ഞാറോട്ട് പോകുന്ന തുണിയായിരിക്കും അത്. അപ്പോഴൊക്കെ അങ്ങ് ദേഷ്യം വരും. എന്നാലും നമ്മൾ കൺട്രോൾ യുവർ സെൽഫ്, കൺട്രോൾ ചെയ്ത് വേണം തയ്ക്കാൻ. ഇവിടെ നിന്ന് മിസ്റ്റേക്ക് കണ്ടോ, ഞാൻ ഈ തുണി പിടിച്ചപ്പോൾ ഈ എൻഡ് നല്ല രീതിയിൽ അങ്ങോട്ട് വിട്ടു, പക്ഷേ ഇവിടെ എൻഡ് ഇല്ലാതായിപ്പോയി. ഇങ്ങനെ മിസ്റ്റേക്ക് വരരുത്. ഇതിപ്പോൾ അകത്ത് മടക്കി തയ്ക്കുമ്പോൾ പോവും, എന്നാലും നമ്മളിത് പറഞ്ഞു തരുമ്പോൾ ക്ലിയറായിട്ട് പറയണ്ടേ. കണ്ടോ, ലൈനിങ് തുണി വെളിയിൽ ചാടി കിടക്കുന്നു. അങ്ങനെ ആരും മിസ്റ്റേക്ക് വരുത്തരുതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് വേണേലും പറയാം. വീണിടത്ത് കിടന്ന് ഉരുളത്തില്ലേ. നമുക്ക് നെക്കിന് എന്തോരം ഡിസ്റ്റൻസ് തയ്യൽ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ തന്നെ നിർത്തിയിട്ട് ഒരു തയ്യൽ ഇവിടെ കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോകാം. കേരളത്തിൽ മിക്കവാറും കഴുത്തെല്ലാം ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. നമുക്കിവിടെ കഴുത്ത് ഹെമ്മിങ് അല്ല, കഴുത്ത് ഈ തയ്യൽ തന്നെ, കഴുത്തും തയ്യൽ തന്നെ. പിന്നെ ഈ പുറോസുണ്ട്, പുറോസ് ഇത് മടക്കി അതും നമുക്ക് തയ്യലാണ്. അതുകൊണ്ട് എത്ര സോപ്പ് ഇട്ടാലും ബ്രഷ് ചെയ്താലും ബ്രഷിട്ട് കഴുകിയാലും ആ തയ്യൽ പോകത്തില്ല. പക്ഷേ ഹെമ്മിങ് ചെയ്യുന്നത് പെട്ടെന്ന് പോകും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കേ. കട്ട് ചെയ്ത് എക്സ്ട്രാസ് കട്ട് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. നമ്മൾ ഈ കട്ട് സിസറിൻ്റെ അടിയിൽ തുണി മടങ്ങി വന്നിരിക്കരുത്. മടങ്ങി വന്നിരുന്നാൽ അതും ചേർത്ത് നമ്മൾ
കട്ട് ചെയ്യേണ്ടി വരും. ബാക്ക് പീസ് ഓക്കെ. ചെയർ അങ്ങോട്ട് നീങ്ങുന്നതിൻ്റെ സൗണ്ടാണ്. ഇനി നമുക്ക് പടി തയ്ക്കാം. പടി ലൈനിങ് പീസ് ഇതുമായിട്ട് കുറച്ച് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. എക്സ്ട്രാ തുണി അത് ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവനെ അങ്ങോട്ട് പിരിച്ച് വെച്ചിട്ട് ഇതിൽ ഓരോ തുണികളെടുത്ത് ഇതിൻ്റെ മേലെ വയ്ക്കുക. സോറി, ഈ സൈഡ് മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളെ കറക്റ്റായിട്ട് തന്നെ ഇട്ടത്, പിന്നെ അതിനകത്ത് വച്ച് പന്നലാക്കി കളഞ്ഞു. ഇനി നമ്മുടെ ലൈനിങ് പീസ് എടുത്ത് ഇതിനെ അങ്ങ് മൂടണം. ഇവനെ ഒരിടത്തോട്ട് മടക്കി വെച്ചിട്ട് ഈ സൈഡ് ഒരു സൈഡ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ അടിയിലാണ് നമ്മുടെ മെയിൻ പീസ്. ഇതൊരു എക്സ്ട്രാ തുണി കൊടുത്തത്. ഇത് ലൈനിങ്. ഈ ലൈനിങ്ങിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ മെയിൻ പീസിൻ്റെ മേൽ വെച്ച് നല്ല വശത്ത് വെച്ച് ഇതെല്ലാം ഒരേ ലെവലിൽ വെച്ച് ഒരു തയ്യൽ. നമ്മൾ ഒരേ തയ്യൽ കൊടുത്തല്ലോ. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട് ഈ ലൈനിങ് ഇങ്ങനെ വെളിയിൽ നിൽക്കണം. ലൈനിങ്ങിൻ്റെ പുറത്തുകൂടെ ഒരു മേൽത്തയ്യൽ. ചിലർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇനി ഇതിന് മേൽത്തയ്യലിട്ടല്ലോ, ഇനി ഇതിനെ അകത്തോട്ട് പിടിച്ചിട്ട് മെയിൻ പീസിന് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞു. കണ്ടോ? അപ്പം ഈ നമ്മുടെ എക്സ്ട്രാ തുണിയകത്ത് വന്ന് ഇത് ഓക്കെ. ഇനി ഇവിടെ നമ്മൾ എന്തോ ചെയ്യണം, 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതിനെല്ലാം ചേർത്തൊന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഇവനെ ഇവിടെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം നമുക്ക് ഒരു സൈഡ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് അടുത്ത സൈഡ് ഇങ്ങനെയാണേ ഇരിക്കും. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ലൈനിങ് പീസിനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് മെയിൻ പീസിൻ്റെ മേല് ഞാനാണേ പറഞ്ഞു തന്നത് മറ്റേ തുണിക്ക് അറ്റാച്ച് ചെയ്തിട്ട് അത് ഇത് ആ സൈഡ് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ പുറത്ത് തയ്യൽ വരും. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിങ്ങനെ ലൈനിങ്ങിൻ്റെ പുറത്തുള്ള ഒരു തയ്യൽ. ഇനി തിരിച്ചിട്ടിട്ട് അതിനൊരു ഡിസ്റ്റൻസ്. നമ്മളതെല്ലാം മെയിൻ പീസിൻ്റെ പുറത്താണ് ആ സൈഡ് തയ്യൽ വന്ന്. ഇത് തയ്ക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ പുറത്ത് തയ്യൽ വന്ന്. ഏതാണെങ്കിലും കറക്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് 2 വശവും കിട്ടിയിട്ടുണ്ട്. ഇനി എന്നാണ് 1/4 ഇഞ്ച് നമുക്കിവിടെ ഒരു തയ്യലിട്ട് നമ്മളതിനെ നീറ്റാക്കി വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലൈനിങ് അറ്റാച്ച് കഴിഞ്ഞു. ഓക്കെ, കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. കണ്ട ക്ലിയർ ആയിട്ടുണ്ട് ആ സൈഡ്. ഇത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം അത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ പ്രശ്നമാവും. ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ശകലം വളവ് കുറച്ച് വന്നിട്ടുണ്ട്. സാരമില്ല, അത് നമ്മൾ കുഴിച്ചു കിട്ടുമ്പോൾ അതങ്ങ് ശരിയാകും. ഓക്കെ.
അപ്പോൾ നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ സിമ്പിളായിട്ട് വിരിവായിട്ട് വ്യക്തമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നാളെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.